ഹലോ, എല്ലാവർക്കും പി സി റാങ്കറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മോഡേൺ ഹിസ്റ്ററിയിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും വരുന്ന PSC പരീക്ഷകൾക്കൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857? 1857 കലാപത്തിൻ്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ ഉണ്ടായിട്ടുള്ള കാരണമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അനക്സേഷൻ ഓഫ് ഔദ്, സി യൂസ്ഡ് ഓഫ് ഗ്രീസ്ഡ് കാട്രിഡ്ജസ് ഇൻ എൻഫീൽഡ് റൈഫിൾസ്, ഡി ഹൈ ടാക്സസ് ഇമ്പോസ്ഡ് ഓൺ പെസൻസ്. അപ്പോൾ നോക്കുക, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നാട്ടുരാജ്യം ബ്രിട്ടീഷ് കിങ്ഡത്തിനോട് ചേർക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ഒരു നയമായിരുന്നു. അപ്പോൾ ഈ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ശരിക്കും പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അനക്സേഷൻ ഓഫ് ഔദ് എന്ന് പറയുന്ന ആ ഒരു നാട്ടുരാജ്യവും ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വെച്ച് തന്നെയാണ് പിടിച്ചടക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്ന ആളാണ് ലോർഡ് ഡൽഹൌസി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലോർഡ് ഡൽഹൌസിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അപ്പോൾ അത് പ്രകാരം തന്നെയാണ് ഔദും എനക്സ് ചെയ്തത്. ഔദ് ശരിക്കും പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ മോശമാണ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണ തകർച്ചയൊക്കെ ആരോപിച്ചിട്ടാണ് ഔദ് എനക്സ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് ആൻസറും അല്ല റിവോൾട്ടിന്. അത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഒക്കെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാരണമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ പെട്ടെന്നുണ്ടായ കാരണം ഓപ്ഷൻ സി ആണ് ഉത്തരം. ഗ്രീസ്ഡ് കാട്രിഡ്ജ്, അതായത് എൻഫീൽഡ് റൈഫിൾ അല്ലെങ്കിൽ അവർ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള പട്ടാളം അല്ലെങ്കിൽ സൈന്യം ഉപയോഗിച്ചിരുന്ന റൈഫിളിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് അതിനെ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്നതാണ് ഒരു പെട്ടെന്ന് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാൻ ഉണ്ടായിട്ടുള്ള കാരണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മൃഗക്കൊഴുപ്പ് പുരട്ടിയ റൈഫിൾ ആയതുകൊണ്ട് അല്ലെങ്കിൽ കാട്രിഡ്ജ് യൂസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഇന്ത്യക്കാർ അതിനെതിരെ റിവോൾട്ട് ചെയ്തു. അത് പെട്ടെന്നൊരു കലാപമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇനി ഓപ്ഷൻ ഡി ഹൈ ടാക്സസ് ഇമ്പോസ്ഡ് ഓൺ പെസൻസ് പറഞ്ഞാൽ അതും ഒരു ഇൻഡയറക്റ്റ് റീസൺ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്നതൊക്കെ റീസൺസ് തന്നെയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. പക്ഷേ പെട്ടെന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത് ഈ ഒരു തോക്കിൻ്റെ തിര അല്ലെങ്കിൽ കാട്രിഡ്ജൊക്കെ ഇങ്ങനെ ഗ്രീസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഗവർണർ ജനറൽ ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്? നമ്മൾ ഇതിൻ്റെ ഉത്തരം ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞു, ലോർഡ് ഡൽഹൌസി ആണ് ആൻസർ. ഇദ്ദേഹം 1848 ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം സത്താര എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ആണ് ആദ്യമായിട്ട് അനക്സ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഡോക്ട്രിൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു പോളിസി വെച്ചിട്ട് ഒരുപാട് നാട്ടുരാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒക്കെ ഇവർ അനക്സ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ലെഡ് ദ റിവോൾട്ട് ഓഫ് 1857 ഇൻ കാൺപൂർ? 1857 റിവോൾട്ട് നയിച്ചത് ഓരോ സ്ഥലങ്ങളിലെയും വെച്ചിട്ട് പഠിക്കണം ലീഡേഴ്സിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ പറയുന്നത് റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായി അല്ല ആൻസർ. അവർ ഝാൻസിയിൽ നിന്നാണ്, ഝാൻസിയിൽ നിന്നാണ് ഈ ഒരു കലാപം നയിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി നാനാ സാഹിബ്, ഓപ്ഷൻ സി താന്തിയ തോപ്പി, ഓപ്ഷൻ ഡി കൻവാർ സിംഗ്. ഇതിൽ കൻവാർ സിംഗ് ബീഹാറിൽ നിന്നാണ് ഈ ഒരു കലാപം നയിച്ചിട്ടുള്ളത്. ഇനി കാൺപൂർ ചോദിച്ചു കഴിഞ്ഞാൽ നാനാ സാഹിബ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള താന്തിയ തോപ്പി, ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു കലാപം കാൺപൂരിൽ നിന്ന് നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആൻഡ് സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്വീൻസ് പ്രൊക്ലമേഷൻ ഓഫ് 1858 ഡിക്ലെയർഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? അതായത് 1858 രാജ്ഞിയുടെ വിളംബരം അല്ലെങ്കിൽ ക്വീൻസ് പ്രൊക്ലമേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇവൻ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഈക്വാലിറ്റി ബിഫോർ ലോ, അതായത് നിയമത്തിന് മുമ്പിലുള്ള സമത്വം. ഓപ്ഷൻ ബി എൻഡ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള ഭരണം അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ സി പറയുന്നത് നോൺ ഇൻ്റർഫറൻസ് ഇൻ റിലീജിയസ് മാറ്റേഴ്സ് അതായത് ഹിന്ദുസിൻ്റെ അല്ലെങ്കിൽ അന്ന് കാലത്തെ ഹിന്ദു മുസ്ലിം ബാക്കി ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ള ഒരു തീരുമാനം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ആ ഒരു പ്രൊക്ലമേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉത്തരം വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച് ഡയറക്റ്റ് ക്വീൻ്റെ കീഴിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ കീഴിൽ ഇന്ത്യയുടെ ഭരണം കൊണ്ടുവന്നു. അടുത്ത ക്വസ്റ്റ്യൻ,
വാട്ട് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861? 1861 ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഡീസെൻട്രലൈസേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഭരണം എല്ലാ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള താഴെയുള്ള എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്കും ഭരണത്തിൻ്റെ ഒരു കൈമാറ്റം നടത്തുന്നു, അല്ലാതെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു സ്ഥലത്തു നിന്ന് മാത്രമുള്ള അഡ്മിനിസ്ട്രേഷൻ അല്ല, മൊത്തത്തിലുള്ള ഒരു എല്ലാവരുടെയും കൂടിച്ചേർന്നിട്ടുള്ള പ്രൊവിൻസസ് ആയിക്കോട്ടെ, അതുപോലെ നാട്ടുരാജ്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട്സ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും കൂടിയുള്ള ഒരുമിച്ചുള്ള അഡ്മിനിസ്ട്രേഷനാണ് പറയുന്നത്. അത് അതിൻ്റെ ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ സിസ്റ്റം, ഓരോ വകുപ്പുകളായിട്ട് തിരിച്ചുള്ള ഭരണം, അതും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എക്സ്പാൻഷൻ ഓഫ് വൈസ്രോയ്സ് കൗൺസിൽ, വൈസ്രോയിൻ്റെ കൗൺസിൽ, അതിലെ അംഗങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദി എബവ് ആണ് ഇതിന് ഉത്തരം വരുന്നത് 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദി ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ദ റിവോൾട്ട് ഓഫ് 1857? റിവോൾട്ട് ഓഫ് 1857 അല്ലെങ്കിൽ സെപ്പോയ് മ്യൂട്ടിനി, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആരാണ് വൈസ്രോയ് ആയിട്ട് വന്നിട്ടുള്ളത്? ഓപ്ഷൻ എ ലോർഡ് കാനിങ് ആണ് കറക്റ്റ് ആൻസർ. ഇദ്ദേഹം ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുമായിരുന്നു. ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണെന്ന് ചോദിച്ചാലും ലോർഡ് കാനിങ് തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഫൗണ്ടഡ് ദി ആര്യ സമാജ് ഇൻ 1875? ആര്യ സമാജ് തുടങ്ങിയ ആളുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദ, ഓപ്ഷൻ ബി സ്വാമി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ഡി ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് PSC എക്സാംസ് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയായിരിക്കും. ഓപ്ഷൻ ബി സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഉത്തരം. ഇനി സ്വാമി വിവേകാനന്ദ എടുത്താൽ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ. അതുപോലെ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജിൻ്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറും ബ്രഹ്മസമാജായിട്ട് അസോസിയേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരുപാട് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെട്രോപൊളിറ്റൻ സ്കൂൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ബംഗാളിലത്തെ തന്നെ ഉള്ള ഒരു പ്രവർത്തകനായിരുന്നു. ഇനി ഇതൊക്കെ ഈ പറയുന്നതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 മുമ്പുള്ള പ്രധാനപ്പെട്ട ഒരു അസോസിയേഷൻസ് ആണ്. ഈ പറഞ്ഞതൊക്കെ റിഫോർമേഷന് വേണ്ടിയിട്ടുള്ള അസോസിയേഷനുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹണ്ടർ കമ്മീഷൻ 1882 ഹണ്ടർ കമ്മീഷൻ ഓഫ് 1882 വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സെക്ടർ? ഏത് മേഖലയായിട്ടാണ് ഹണ്ടർ കമ്മീഷൻ 1882 ഹണ്ടർ കമ്മീഷൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ പറയുന്നത് ജുഡീഷ്യൽ റിഫോംസ്, ഓപ്ഷൻ ബി പറയുന്നു എഡ്യൂക്കേഷണൽ റിഫോംസ്, ഓപ്ഷൻ സി പറയുന്നു ലാൻഡ് റവന്യൂ സിസ്റ്റം, ഓപ്ഷൻ ഡി പറയുന്നു മിലിറ്ററി റിഫോംസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, എഡ്യൂക്കേഷണൽ റിഫോംസ് ആണ് 1882 ഹണ്ടർ കമ്മീഷൻ പറയുന്നത്. ഈ ഹണ്ടർ കമ്മീഷൻ വേറൊരു ഇവൻറ്റുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ജാലിയൻ വാലാബാഗ്, ഈ ഒരു കൂട്ടക്കൊല ഉണ്ടായതിനു ശേഷം അതിനെപ്പറ്റി അന്വേഷിക്കാൻ വന്ന കമ്മീഷൻ ഇത് തന്നെയാണ്, ഹണ്ടർ കമ്മീഷനാണ്. ഓക്കെ, 1919 ആ ഒരു വർഷം വരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും എഡ്യൂക്കേഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് മസാക്കറിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കാൻ വന്നത് ഹണ്ടർ കമ്മീഷനായിരുന്നു. വില്യം ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റി ആലോചിക്കുമ്പോൾ ഈ പേര് ആലോചിക്കുക, വില്യം ഹണ്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗനൈസേഷൻ ഇസ് കൺസിഡേർഡ് ദ പ്രിക്കേഴ്സർ ടു ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുമ്പ് ഉണ്ടായിട്ടുള്ള അസോസിയേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വായിക്കാം. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ഇന്ത്യൻ ലീഗ്, സി ഇന്ത്യൻ അസോസിയേഷൻ, ഡി ഓൾ ഓഫ് ദി അബവ്. ഈ 4 അസോസിയേഷനുകളും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്, അതായത് 1885 മുമ്പുണ്ടായിട്ടുള്ള അസോസിയേഷനാണ്. ഇനി നമുക്കിത് ഓരോന്നും നോക്കാം. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ദാദാബായ് നവറോജി ആണ്. ഓക്കെ, ഇത് ലണ്ടനിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇന്ത്യൻ ലീഗ്, രണ്ടാമത്തെ ഇന്ത്യൻ ലീഗിൻ്റെ ഫൗണ്ടർ ശിശിർ കുമാർ ഘോഷാണ് ഇന്ത്യൻ ലീഗിൻ്റെ ഫൗണ്ടറായിട്ട് വരുന്നത്. മൂന്നാമത് ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി.
സുരേന്ദ്രനാഥ് ബാനർജി, അതുപോലെ തന്നെ ആനന്ദ് മോഹൻ ബോസ്. ഈ രണ്ടുപേരും ഇന്ത്യൻ അസോസിയേഷനായിട്ട് അതിൻ്റെ ഫൗണ്ടേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ 3 അസോസിയേഷൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Who introduced the Vernacular Press Act of 1878 and why? 1878 വെർനാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം അവതരിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലോർഡ് ലിട്ടൺ ടു കർബ് ക്രിറ്റിസിസം ഓഫ് ബ്രിട്ടീഷ് പോളിസീസ്, അതായത് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബി ലോർഡ് റിപ്പൺ ടു പ്രൊമോട്ട് വെർനാക്കുലർ എഡ്യൂക്കേഷൻ. ഓപ്ഷൻ സി ലോർഡ് കേഴ്സൺ ടു റെഗുലേറ്റ് റീജിയണൽ പ്രസ്. ഓപ്ഷൻ ഡി ലോർഡ് ഡഫറിൻ ടു സപ്പോർട്ട് മിഷണറീസ്. അപ്പോൾ നോക്കുക, വെർനാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യക്കാർ ഇന്ത്യൻ ലാംഗ്വേജുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നത് തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്ക്രീൻ ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ ഭാഷകൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളൊക്കെ ബ്രിട്ടീഷ് പോലീസിൻ്റെ ഒരു അനുമതി അല്ലെങ്കിൽ അവരുടെ ഒരു ചെക്കിങ്ങിൽ കഴിഞ്ഞിട്ട് വേണം പബ്ലിഷ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും അവർക്ക് ഒരു സെഡീഷ്യസ് ആക്ടിവിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഭരണത്തിനെതിരെയൊക്കെ എഴുതിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ റിജക്റ്റ് ചെയ്യാറുണ്ട്, അപ്പോൾ പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കാറില്ല. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ലോർഡ് ലിട്ടൺ. ഇനി ഇത് നിർത്തിയ ആളുടെ ക്വസ്റ്റ്യനും വരും, ഇത് ആരാണ് റിപ്പീൽ ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ റിപ്പീൽ ചെയ്തത് റിപ്പൺ എന്ന ഓർക്കുക, ലോർഡ് റിപ്പൺ. വെർനാക്കുലർ പ്രസ് ആക്ട് റിപ്പീൽ ചെയ്തത് അല്ലെങ്കിൽ നിർത്തലാക്കിയത് ലോർഡ് റിപ്പൺ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 10 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയിൽ നിന്നും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.